വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുകയാണ്, ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ കഴിഞ്ഞ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പവർ എന്താണെന്നുള്ള പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ ഹീറ്റിംഗ് എന്തിനാണ്, കുക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ചൂടാക്കാനൊക്കെയാണ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ട് കാര്യങ്ങൾ അങ്ങനെ ഈ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗപ്പെടുത്താതെ തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾ, കോമൺ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൺ ഈസ് കോൾഡ് ഇൻഡക്ഷൻ കുക്കർ, സോറി അതിനേക്കാൾ മുന്നേ മൈക്രോവേവ് ഓവൻ, മൈക്രോവേവ് ഓവൻസ്. അതിനെപ്പറ്റി ഒന്ന് റെഫറൻസ് ഉണ്ട്, ഞാനും അതുപോലെ ഒന്ന് റെഫർ ചെയ്ത് പറയും. ഈ മൈക്രോവേവ് ഓവൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. നമ്മൾ ട്രഡീഷണൽ വേയിൽ കുക്കിങ്ങിന് ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗിച്ച് ഒരു ഫിലമെൻ്റ് അല്ലെങ്കിൽ നിക്രോം വയർ നമ്മൾ ചൂടാക്കി ആ ചൂട് കണ്ടക്ഷനോ റേഡിയേഷനോ ഒക്കെ വഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് കുക്ക് ചെയ്യാൻ. പക്ഷേ മൈക്രോവേവ് ഓവൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മൈക്രോവേവ് ഓവൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡ് പാർട്ടിക്കിളിലും, ഇപ്പോൾ സപ്പോസ് ദിസ് ഫുഡ്, ഇതിനകത്തൊക്കെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, H2O വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ വാട്ടർ മോളിക്യൂൾസ് ആണെന്നിരിക്കട്ടെ. ഈ വാട്ടർ മോളിക്യൂൾസ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോവേവ് ചെന്ന് ഇടിച്ച് കഴിയുമ്പോൾ ഈ മൈക്രോവേവിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ ഫ്രീക്വൻസിയിലാണ് അത് ആ മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ടർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യും. വാട്ടർ മോളിക്യൂൾസ്, ഫുഡിനകത്ത് അടങ്ങിയിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസിനെ ഇറ്റ് വിൽ മേക്ക് വൈബ്രേറ്റ്. വാട്ടർ മോളിക്യൂൾസിനെ മാത്രമേ അതങ്ങനെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവ്. ആ മൈക്രോവേവ് റേഞ്ചിനുള്ളിൽ ഉള്ള ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൈക്രോവേവിനൊരു ഗുണമുണ്ട്, ദാറ്റ് വിൽ അലൗ വാട്ടർ മോളിക്യൂൾസ് ടു വൈബ്രേറ്റ്. ഈ വാട്ടർ മോളിക്യൂൾസ് അല്ല ഏത് സാധനവും പെട്ടെന്ന് ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് വിൽ ഗെറ്റ് ഹീറ്റഡ്. ആ ഹീറ്റ് തൊട്ടടുത്തുള്ള, ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ദിസ് ഈസ് ദ ഫുഡ് പാർട്ടിക്കിൾസ്, ഫുഡിൻ്റെ മോളിക്യൂൾസ് ഇതാണെന്നിരിക്കട്ടെ. അതിൻ്റെ ഇടയിലൊക്കെ ഇത് ചൂടാകുമ്പോൾ ഇത് ദിസ് മോളിക്യൂൾ ഓർ ഫുഡ് പാർട്ടിക്കിൾ വിൽ ഓൾസോ ഗെറ്റ് ഹീറ്റഡ്, അതും ചൂടാകും. അങ്ങനെയാണ് മൈക്രോവേവിൽ ഫുഡിനെ ചൂടാക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്തൊരു സാധനത്തെ മൈക്രോവേവിൽ നമുക്ക് ചൂടാക്കാൻ പറ്റില്ല. മൈക്രോവേവ് കടന്നു പോയി ചൂടാവില്ല. നിങ്ങൾക്കറിയാം, ഈ പാറ്റ എന്ന് പറയുന്ന കോക്രോച്ച്, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വിങ്സിൽ, അതിൻ്റെ ബോഡിയിലൊന്നും തന്നെ, അതിൻ്റെ ഉള്ളിലല്ലാതെ ബോഡിയിലൊന്നും തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് ഇല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പാറ്റയെ എടുത്ത് വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കിന്നിന് വേറൊരു പ്രത്യേകതയും കൂടിയാണ്. അതിൻ്റെ ഷെല്ലിന്, തോടിന്, ചിറകിനുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. മൈക്രോവേവിനെ കടത്തി വിടുകയില്ല. ഇറ്റ് വിൽ ബ്ലോക്ക് ദ മൈക്രോവേവ്. അങ്ങനെ ഒരു കഴിവുള്ളൊരു ജീവിയാണ് പാറ്റ. അപ്പോൾ പാറ്റയെ നിങ്ങളുകൊണ്ട് മൈക്രോവേവ് വെച്ച് വെച്ചുമ്പോൾ എത്ര ഹൈയിൽ ഓൺ ചെയ്താലും പാറ്റ ചാകുകയൊന്നുമില്ല. ഒരിക്കലും ഒരു സ്വാമി വെല്ലുവിളിച്ചിട്ടുണ്ട്, ഈ മൈക്രോവേവ് ശരിയല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, പാറ്റയെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ? പാറ്റയെ കൊല്ലാൻ പറ്റില്ല. കാര്യം പാറ്റയുടെ പുറത്തുള്ള സ്കിന്നിൽ എങ്ങും വാട്ടർ മോളിക്യൂളില്ല. പിന്നെ ആ സ്കിൻ വേറൊരു കാര്യം ചെയ്യും, മൈക്രോവേവിനെ കടത്തി വിടുകയില്ല. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഉള്ളിത്തൊണ്ട് കൊണ്ടുപോയിട്ട് വേവിക്കാൻ പറ്റില്ല മൈക്രോവേവിൽ, വെള്ളമില്ലെങ്കിൽ. അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോവേവിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അനദർ വൺ ഈസ് ഇൻഡക്ഷൻ കുക്കർ. ഇതെല്ലാം നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഹീറ്റിംഗ് കോയിലൊക്കെ എന്താ ചെയ്യുന്നത്, ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് ഹീറ്റായിട്ട് ആ ഹീറ്റ് പാത്രത്തിൻ്റെ അടിയിൽ വന്നിട്ട് അതിൽ നിന്ന് പാത്രം ചൂടായി അതിൻ്റെ അകത്തുള്ള വെള്ളം ചൂടായി അല്ലെങ്കിൽ ഫുഡ് കുക്കാവും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സ്റ്റൗവിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് എ വെസൽ, അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് വയ്ക്കുക, വെള്ളം ചൂടാക്കണം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേളിൽ വെച്ച് കഴിയാൻ നേരത്ത്, ദിസ് ഈസ് ഇൻഡക്ഷൻ കുക്കർ, ഈ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കോയിലുണ്ട്, ഇൻഡക്ഷൻ കോയിൽ എന്ന് പറയും.
ആ കോയിൽ അതിനകത്തുകൂടി കറണ്ട് പോകുമ്പോൾ അതൊരു വേരിയിങ് കറണ്ടാണ് കൊടുക്കാനെങ്കിൽ എ സി നമ്മുടെ സാധാരണ ലൈനിൽ വരുന്ന എ സി ആണ്, അല്ല ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് അത് ഡയറക്റ്റ് കറണ്ടാണ്, അത് വേരി ചെയ്യില്ല, മാറില്ല, അതിൻ്റെ ദിശയൊക്കെ മാറിപ്പോവും. അങ്ങനത്തെ കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൻ്റെ ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാനുണ്ട് ഈ വർഷം 10ാം ക്ലാസ്സിൽ അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടിത്തട്ടിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയൊക്കെ ഉണ്ടാവുകയും, അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിത്തട്ട് അതൊരു മെറ്റീരിയലാണ്, ഇരുമ്പോ സ്റ്റീലോ എന്തെങ്കിലും ആയിരിക്കും, അലൂമിനിയം കോപ്പറും ആയിരിക്കില്ല. അപ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനും മാറ്റം വരും ഇതിൻ്റെ ചുറ്റുമുള്ള. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഉൽപ്പാദിപ്പിക്കും. എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഈ പാത്രത്തിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ പാത്രത്തിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനുള്ളിൽ കൂടി കിടന്നുണ്ട്, ഈ വട്ടത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കറണ്ട് കറങ്ങും. എഡ്ഡി കറണ്ടിൻ്റെ പ്രത്യേകത അതാണ്. അതിനൊക്കെ കുറച്ചധികം പഠിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ എഡ്ഡി കറണ്ട് എന്തുകൊണ്ടുണ്ടാകണമെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാറ്റം ഈ പാത്രത്തിന് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് എഡ്ഡി കറണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിച്ചോളൂ, അത് ഫിസിക്സ് പഠിക്കും. ഈ എഡ്ഡി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്, ചെറിയൊരു റെസിസ്റ്റൻസ് വേണം പാത്രത്തിന്. സോ ദ വെസൽ വിൽ ഗെറ്റ് ഹീറ്റഡ് അപ്പ്, പാത്രം ചൂടാകാൻ തുടങ്ങും. മനസ്സിലായി? അതാണ് ഇൻഡക്ഷൻ കുക്കറിൽ നടക്കുന്നത്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിനൊരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ പണ്ടത്തെ ഇൻഡക്ഷൻ കുക്കർ, ആദ്യം ഉണ്ടാക്കിയ ഇൻഡക്ഷൻ കുക്കറിൽ അലൂമിനിയം ഒന്നും പാകമാവില്ലായിരുന്നു. അലൂമിനിയം വെച്ചാലും കോപ്പർ വെച്ചാലും, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇൻഡക്ഷൻ കുക്കറിലും കോപ്പർ വെസൽ വെച്ച് കഴിഞ്ഞാൽ, കോപ്പർ ബോട്ടമുള്ള പാത്രങ്ങളൊക്കെ വെച്ചാൽ ചൂടാകാൻ താമസിക്കും. പ്യുവർ കോപ്പർ വെസൽ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാകുകയില്ല. പക്ഷേ അലൂമിനിയം വെച്ചാൽ ഇപ്പോൾ ചൂടാകുന്നുണ്ട്. കാരണം അത് മേലെ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്ഷൻ കോയിൽ വർക്ക് ചെയ്യുന്നത്. എഡ്ഡി കറണ്ട് ഉൽപ്പാദിപ്പിക്കും ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എഡ്ഡി കറണ്ട് ഉണ്ടാക്കുക. ആ എഡ്ഡി കറണ്ട് ഈ പാത്രത്തിൻ്റെ അകത്തുകൂടി ഇങ്ങനെ ഒഴുകുമ്പോൾ പാത്രത്തിനകത്ത്, അപ്പോൾ നിങ്ങൾ ഷോർട്ടായാലോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഒരു പ്രത്യേക കാര്യമൊക്കെ ഉണ്ട്. അത് നമ്മൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് പഠിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, തീരെ നേരിയ പാത്രത്തിൽ വെച്ച്, സ്റ്റീൽ പാത്രത്തിലോ ഇരുമ്പ് പാത്രത്തിലോ വെച്ച്, ഇത് വളരെ നേരിയ തകിടിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ ചീത്തയായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് ആവശ്യത്തിന് കട്ടി വേണം. അതുകൊണ്ട് നിങ്ങൾ കാണാം ഈ കുക്കറുകളൊക്കെ ഇൻഡക്ഷൻ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ കുക്കറിനൊക്കെ നല്ല കട്ടി ഉണ്ടാവും. അടിഭാഗത്ത് കട്ടി ഉണ്ടാകണം, മേളിലില്ലെങ്കിലും കുഴപ്പമില്ല, അടിഭാഗത്ത് കട്ടി ഉണ്ടാകണം. ഇപ്പോൾ അലൂമിനിയം വെച്ചാലും ആകുന്ന രീതിയിൽ ഹൈ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എഡ്ഡി കറണ്ട് ഉപയോഗിച്ച് അതും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കോപ്പറിനെ എനിക്ക് തോന്നണത്, ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്ക് തോന്നണം കോപ്പറിന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ഇൻഡക്ഷൻ കുക്കറിൽ പ്രവർത്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ നോക്കിയിട്ടില്ല അതിനെപ്പറ്റി. എന്തായാലും ഈ അലൂമിനിയൊക്കെ വെച്ചാൽ വേകുന്ന രീതിയിലായിട്ടുണ്ട്, ചൂടാകുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾക്ക് ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവും. അതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി നമുക്ക് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക് പോകാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ലൈറ്റ് ഉപയോഗിക്കണം. നമ്മൾക്ക് എന്താണ്, നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബ് തന്നെയാണ് അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ. പക്ഷെ അത് പല രീതിയിലുള്ള ബൾബുണ്ട് ഇന്ന്. പണ്ടൊക്കെ ഒരു ടൈപ്പ് ബൾബേ ഉണ്ടായിരുന്നുള്ളൂ, 1-2 ടൈപ്പ്. one type is called incandescent bulb. ഈ ഇൻകാൻഡസൻ ബൾബ് എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് അത് ലൈറ്റ് തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ കണ്ട് നിക്രോം വയർ ചൂടാക്കി കഴിയാൻ നേരത്ത് ഹീറ്റ് തരുന്നതായിട്ട് കണ്ടു അല്ലേ? ആ ഹീറ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി സംഭവിക്കും അവിടെ. ഇപ്പോൾ ഒരു നിക്രോം വയർ ഇങ്ങനെ ഒരു കോയിലാക്കിയിട്ട് നിങ്ങളൊരു കറണ്ട് പാസ് ചെയ്യുക. ഇത് നിക്രോം ആണെന്നിരിക്കട്ടെ, ഇത് ഹീറ്റ് തരും, ഇങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അറ്റ് ദ സെയിം ടൈം ദിസ് വിൽ ഗെറ്റ് ഹീറ്റഡ്. ഈ നിക്രോം വയറിൻ്റെ
ആ സ്വഭാവം വെളുത്തിരിക്കുന്ന സാധനമായിരുന്നില്ല. കമ്പി പോലെ കമ്പിയുടെ നിറത്തിലിരിക്കുന്ന സാധനത്തിൻ്റെ കളറ് മാറി ഇതിങ്ങനെ ചുമപ്പാവും. ചുമപ്പാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിൽ നിന്ന് ചുമപ്പ് ലൈറ്റ് വരുന്നു എന്നർത്ഥം. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി ഇതുപോലുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസ്, ചില മെറ്റീരിയലുകൾ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് ഉണ്ടാക്കി അതിനകത്ത് കൂടി നമ്മൾ കറണ്ട് കടത്തിയിട്ടാൽ അതിൽ നിന്ന് ഹീറ്റ് മാത്രമല്ല ലൈറ്റും ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റും ലൈറ്റും പുറത്തോട്ട് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് പക്ഷേ ചുമപ്പ് കത്തുന്നുള്ളൂ, ചുമപ്പ് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ നിക്രോം വയറിൽ നിന്ന്. അപ്പോൾ അത് പിന്നീട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഈ നിക്രോം വയറിനകത്ത് കൂടി പോകുന്ന ഇതൊരു ടെമ്പറേച്ചറിൽ നമ്മുടെ ഹീറ്ററിൽ വെക്കുമ്പോൾ ഒരു 1200 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇതിങ്ങനെ ചൂടാവും. എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല റെഡ് ലൈറ്റ് വരുന്ന ടെമ്പറേച്ചർ ഏതാണെന്ന്. എനിവേ അത് അങ്ങനെയാണ് നമ്മൾ ധരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് റെഡ് ലൈറ്റ് വരും. പിന്നെ അവർ കണ്ടുപിടിച്ചു ഇതിൽ ചൂടാക്കുക, പിന്നെയും ചൂടാക്കിയാൽ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റലെടുത്ത് ഇരുമ്പൊക്കെ എടുത്ത് നമ്മൾ നല്ല ഈ കൊല്ലന്മാരുടെ ആലയിൽ പോയി കഴിഞ്ഞാൽ കാണാം ബ്ലാക്ക് സ്മിത്തുകൾ ചെയ്യുന്നത്. അതിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കും അടിച്ച് പരതാനുള്ള സൗകര്യത്തിന്. അങ്ങനെ ചൂടാക്കി കുറേ നേരം ചൂടാക്കിയാൽ നമുക്ക് കാണാവുന്നൊരു കാര്യമുണ്ട്. ഈ ചുവപ്പ് കളർ പിന്നെ ഓറഞ്ച് കളറാണ്. ആ ഓറഞ്ച് കളർ പതിയെ ഒരു മഞ്ഞ കളറിലേക്ക് വരും. മനസ്സിലായി? അതിൻ്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടും തോറും ഇതിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് മാറിക്കൊണ്ടിരിക്കും, ആ ലൈറ്റിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലായി. വേവ് ലെങ്ത് അല്ല, ഫ്രീക്വൻസിയാണ് മാറുന്നത്. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ കളറ് മാറുമെന്ന് മനസ്സിലായി. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നിക്രോം എടുത്തിട്ട് ഒന്നുകൂടി ഇച്ചിരി കൂടുതൽ കറണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കൂടുതൽ ഹീറ്റായി. അപ്പോൾ കളറൊന്ന് മാറി, റെഡ് മാറി ഒന്ന് ഓറഞ്ചിലോട്ട് വന്നു. പക്ഷേ ആ സമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റി? അപ്പോൾ ടെമ്പറേച്ചർ കൂടി 1500 അപ്പോൾ ഇത് ഒരു ഓറഞ്ച് കളറിൽ കത്തിയെന്ന് വിചാരിക്കുക. പിന്നെയും കൂട്ടിക്കൊടുത്തു ടെമ്പറേച്ചർ, കറണ്ട് കൂട്ടിക്കൊടുത്തു. അപ്പോൾ ടെമ്പറേച്ചർ കൂടി. അപ്പോൾ എന്ത് പറ്റി? ഈ നിക്രോം വയർ ഉരുകാൻ തുടങ്ങി. ഇറ്റ് ബിഗാൻ ടു മെൽറ്റ്. അതായത് ഒരു വെള്ള ലൈറ്റ്, ഒരു മഞ്ഞ ലൈറ്റ് കിട്ടാനാണ് ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി വയറെടുത്ത് നമ്മൾ റെസിസ്റ്റൻസ് വയറെടുത്ത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നിക്രോം പോലത്തെ വയറുകൾ ചൂടാക്കി കഴിഞ്ഞപ്പോൾ അത് ഒരു 1600 ഡിഗ്രിക്ക് മേളിൽ വരുമ്പോൾ ഇറ്റ് ബിഗിൻ ടു മെൽറ്റ്. കമ്പി പൊട്ടി ഉരുകി തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി യു ഹാവ് ടു യൂസ് നിക്രോം ഈസ് നോട്ട് കനോട്ട് ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ബൾബ്സ്. ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിക്രോം എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ നിക്രോമിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരുന്നു. ഏത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ വരുത്താൻ പറ്റുന്നില്ല എന്നർത്ഥം. അല്ല മറ്റേതിൻ്റെ ഇപ്പോൾ ലഡുവായിട്ട് നോക്കിയാൽ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ലോ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് കമ്പാരിസണാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിക്രോം വയർ പറ്റില്ല എന്ന് കണ്ടു. പിന്നെ ശാസ്ത്രജ്ഞന്മാർ നോക്കാൻ തുടങ്ങി ഇത് ഏത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ കത്തിക്കാൻ പറ്റുമെന്ന്. അതിൽ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്തായിരുന്നു എന്നറിയാം? ബൾബിൻ്റെ അവരുദ്ദേശിച്ച ബൾബ് ഇങ്ങനെ ഉണ്ടാക്കാനാണ്. അതായത് 2 ലീഡ് എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ കറണ്ട് ഒഴുക്കുക. ഇങ്ങനെയാണ് അവർ ബൾബ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഫിലമെൻറ്റ് ഈ ഫിലമെൻറ്റിൻ്റെ മെറ്റീരിയലിലാണ് തർക്കം വന്നത്, എങ്ങനത്തെ വേണം എന്നുള്ള. അതിന് പകരം നിക്രോം ഉപയോഗിച്ച് നിക്രോം ഉരുകിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ഫിലമെൻറ്റിനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നല്ലൊരു മെറ്റീരിയൽ കണ്ടുപിടിക്കണം. ആൻഡ് ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻ്റ് കൂടിയ ഏതെങ്കിലും മെറ്റീരിയൽ വേണം ഉപയോഗിക്കാൻ. കാരണം ഈ കൊല്ലൻ്റെ ആലയിൽ ചെന്ന് പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മഞ്ഞ ലൈറ്റ് ആകണമെങ്കിൽ ഏകദേശം 2000 ഡിഗ്രിക്ക് മുകളിൽ പോകണം. ഇറ്റ് ഷുഡ് ബി എബവ് 2000 ഡിഗ്രി. എബവ് 2000 ടെമ്പറേച്ചർ ഷുഡ് ബി എബവ് 2000-ന് മുകളിൽ പോയാൽ മാത്രമേ ഇതിങ്ങനെ കത്തുള്ളൂ. മഞ്ഞ ലൈറ്റ് അത് പ്രവർത്തിക്കുള്ളൂ. മഞ്ഞ ലൈറ്റ് കിട്ടിയാലല്ലേ വൈറ്റിനോടടുത്ത ലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെ വീട്ടിലൊക്കെ ചുമന്ന ബൾബിട്ട് വെക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ബൾബ് നിർമ്മാണത്തിന് അവർക്ക് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. അങ്ങനെ അവർ 2 ടൈപ്പ് സാധനത്തിനെ കണ്ടുപിടിച്ചു. ഒന്ന് കാർബൺ, 2 ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റലുണ്ട്, 79 89 മറ്റാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, വലിയ അറ്റോമിക് നമ്പർ കൂടിയ ഒരു മെറ്റലാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ നന്നായിട്ട് ഇതുപോലെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകും, ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. കാർബണും അതുപോലെ. അപ്പോൾ ആദ്യം അവർ കാർബൺ പരീക്ഷിച്ച് നോക്കി. കാർബൺ പരീക്ഷിച്ച് നോക്കിയപ്പോഴുള്ള പ്രശ്നം, ഇതിങ്ങനെ കത്തുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിങ്ങനെ വെറുതെ കത്തിക്കാൻ പറ്റില്ല. ഇതിന് ചുറ്റൊരു ഗ്ലാസ് എൻക്ലോഷർ വേണം. അതിനകത്തോട്ട് ഓക്സിജനായിട്ട് കൂട്ടിമുട്ടാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കാർബണാണ് ഉപയോഗിക്കണമെങ്കിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കറുത്ത പുക വരാൻ തുടങ്ങി, ചെറുതായിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, കത്തും, പക്ഷേ ചെറിയ പുക വരാൻ തുടങ്ങി. പുക വന്നിട്ട് ഈ ഗ്ലാസ്സിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ എന്ത് പറ്റും, 2 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ബൾബ് ഇങ്ങനെ കറുത്ത് വരും. ലൈറ്റ് പുറത്തോട്ട് വരില്ല. ലൈറ്റ് വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറയും. അപ്പോൾ ഇവർക്ക് മനസ്സിലായി കാർബണിൻ്റെ ഉപയോഗം അത്ര പ്രാക്ടിക്കലല്ല. പിന്നെ അവർക്ക് കയ്യിൽ കിട്ടിയ ഏത് സാധനമാണ്, ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, അത് നന്നായിട്ട് ഇങ്ങനെ വെളുത്ത്, അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും അതിൻ്റെ കളർ മാറി മഞ്ഞ കളറിൽ കത്താൻ തുടങ്ങി. ബൾബ് സക്സസ്ഫുള്ളായി. പക്ഷേ ഈ ബൾബ് ഇങ്ങനെയാണ് അവരുണ്ടാക്കി വെച്ചിരുന്നത് ആദ്യം. അപ്പോൾ കാർബൺ ഉപയോഗിച്ച് കാർബൺ വേണ്ടെന്ന് വെച്ചു അവർ പിന്നെ. പക്ഷേ ഈ കാർബൺ ആയാലും ടങ്സ്റ്റൺ ആയാലും ഒരു പ്രശ്നമുണ്ട്. ഈ ഹൈ ടെമ്പറേച്ചറിലോട്ട് വരും. ഇൻകാൻഡസൻ ബൾബിൻ്റെ ഈ സാധനം ഹൈ ടെമ്പറേച്ചറായിരിക്കും. അത് നല്ല വെളുത്ത ലൈറ്റ് പുറപ്പെടുവിക്കുള്ളൂ. ഈ ടെമ്പറേച്ചറിൻ്റെ മേളിൽ വരണം. അങ്ങനെ ചൂടായുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടങ്സ്റ്റൺ ആണെങ്കിലും ഏത് മെറ്റീരിയലാണെങ്കിലും അത്രയും ചൂടാക്കി കഴിഞ്ഞാൽ പരിസരത്തുള്ള ഓക്സിജൻ ആറ്റവുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഓക്സിഡേഷൻ വിൽ ടേക്ക് പ്ലേസ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കും. ഓക്സിജൻ ആറ്റവുമായിട്ട് ഇത് റിയാക്ട് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിക്കും. ഈ ടങ്സ്റ്റൻ്റെ ഓക്സൈഡിനൊരു കുഴപ്പമുണ്ട്. ഈ നിക്രോം പോലെയല്ല. നിക്രോം ഓക്സിഡൈസ് ചെയ്താലും നല്ല ബലമായിട്ട് അതുമേ തന്നെ പിടിച്ചിരിക്കും. പിന്നെ ഓക്സിജൻ അടിയിലോട്ടും കടത്തി വിടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ ടങ്സ്റ്റൻ്റെ കാര്യം അതല്ല. ടങ്സ്റ്റൺ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. വെറുതെ പൊടിയായിട്ട് ഒട്ടും ബലം ഉണ്ടാകില്ല. സോ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഇട്ട് നമ്മൾ ഈ രീതിയിൽ കത്തിച്ച് കഴിഞ്ഞാൽ അതപ്പം തന്നെ പൊടിഞ്ഞു പോകും. ചൂടാകും, അപ്പം തന്നെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എൻക്ലോഷർ കൊണ്ടുവന്നു. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എയർ മുഴുവൻ പമ്പ് ചെയ്ത് പുറത്തോട്ടിട്ട് വാക്വമാക്കി കളഞ്ഞു. എന്നിട്ട് സീൽ ചെയ്ത് കളഞ്ഞു. പിന്നെ എയർ അതിനകത്തോട്ട് കയറാതായി. അപ്പോഴും ഒരു പ്രശ്നം വന്നു. പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലും മറ്റേ അകത്ത് ഒട്ടും തന്നെ പ്രഷറില്ല. എന്താ വെച്ചാൽ പതിയെ ഒന്ന് നമ്മളൊന്ന് തൊട്ടാൽ ഉടനെ അത് പൊട്ടിപ്പോവും, ബൾബ് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഓക്സിജൻ മാറ്റണമെന്നേ ഉള്ളൂ നമുക്ക്. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഗ്യാസുകൾ നിറച്ചു തുടങ്ങി. ഇറ്റ് ഈസ് ഫിൽഡ് അനദർ ഗ്യാസ്. ആ ഗ്യാസിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ഈ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ സാധനമായിട്ട് റിയാക്ട് ചെയ്യാനേ പാടില്ല. സോ സച്ച് ഗ്യാസസ് ആർ കോൾഡ് ഇനേർട്ട് ഗ്യാസസ്. ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസ് പുറത്ത് അതേ പ്രഷറിൽ തന്നെ ഇത് ഫില്ല് ചെയ്താൽ മതി എന്ന് അവർ കണ്ടുപിടിച്ചു. അത്രയും പ്രഷറിൽ ചെയ്യില്ല, കുറച്ചും കൂടി കുറവായിരിക്കും കേട്ടോ പ്രഷർ. ഇറ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ റീസൺ. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സോ ഇനേർട്ട് ഗ്യാസുകൾ നിറയ്ക്കാമെന്ന് പറഞ്ഞാൽ ഈ ഇനേർട്ട് ഗ്യാസുകൾ 2 ടൈപ്പാണ് അവർ കണ്ടുപിടിച്ചത്. ഒന്ന് ആർഗൺ, ഒന്ന് നൈട്രജൻ. ഈ നൈട്രജൻ്റെ ഒരു ഗുണം സഫീഷ്യൻ്റായിട്ട് അബണ്ടൻ്റായിട്ട് നമ്മുടെ വായുവിലുണ്ട് നൈട്രജൻ. അപ്പോൾ അവരെന്ത് ചെയ്ത് ആർഗൺ ഉപേക്ഷിച്ച് ഇതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻകാൻഡസൻ ബൾബ് ഉണ്ടാക്കിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ദിസ് ഈസ് ഇൻകാൻഡസൻ ബൾബ്. ലീഡ് എടുത്തു, അതുമേലെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചു. 2 ലീഡും പുറത്തോട്ടെടുത്ത് ഇത് സീൽ ചെയ്ത് കളഞ്ഞു. Now it can be used to pass electricity and it can be burnt. Light will emit. ഈ സാധനം, ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന സാധനമാണ്
ഫിലമെൻ്റായിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായി. പക്ഷേ ഇതിനൊരു പ്രശ്നം പിന്നെയും വന്നു. നിക്രോമിനൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് ഹൈ റെസിസ്റ്റിവിറ്റി. നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു ക്യൂബ് നിക്രോം എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും 2 ഫേസിൽ കൂടി ഇട്ട് കറണ്ട് പാസ് ചെയ്താൽ അതിനുണ്ടാകുന്ന റെസിസ്റ്റൻസാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ മെറ്റീരിയലിലും ഓരോന്നാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെമ്പിൻ്റെ കമ്പിയിൽ വലിയ വണ്ണമുള്ളതാണെങ്കിൽ, ഞാൻ പൈപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, പൈപ്പ് വലിയ പൈപ്പും ഒക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് കൂടുതൽ വെള്ളം പോരും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതേപോലെ വയറിനും വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും, നീളം കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. പൈപ്പിൽ നമ്മൾ നീളമുള്ള പൈപ്പിലിട്ട് കഴിഞ്ഞാൽ വെള്ളം വളരെ സ്ലോയിലല്ലേ വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ കേസിൽ, ഇലക്ട്രിസിറ്റിയുടെ കേസിലും. അപ്പോൾ നിക്രോമിനെ സംബന്ധിച്ചിടത്തോളം നല്ല റെസിസ്റ്റിവിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വണ്ണം കുറഞ്ഞ കമ്പി എടുത്ത് ചുറ്റിയിട്ട് കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ടങ്സ്റ്റൺ ഒരു കുഴപ്പം വന്നു. ടങ്സ്റ്റൺ എല്ലാ കാര്യത്തിലും കൊള്ളാം, ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്, ഇതിനൊക്കെ പറ്റും. പിന്നെ ടങ്സ്റ്റൺ ഒരു ഗുണം കിട്ടി, ഡക്റ്റൈലാണ്, ഹൈ ഡക്റ്റിലിറ്റിയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഇതാക്കി പരത്തിയെടുക്കാനുള്ള, അതായത് വളരെ നേരിയ കമ്പിയായിട്ട് എടുക്കാം, പൊട്ടിപ്പോവില്ല. നമുക്ക് ഇരുമ്പൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ, ചെമ്പ് പിന്നെയും ചെയ്യാം. സ്വർണ്ണം, നമ്മുടെ ഈ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, വളരെ നേരിയ കമ്പിയൊക്കെ ഇട്ട് ചെയ്യുന്നത്. സ്വർണ്ണം ശരിക്കും ഡക്റ്റിലിറ്റി കുറവാണ്, പക്ഷേ അതിനകത്ത് ഇച്ചിരി ചെമ്പ് ചേർക്കുമ്പോൾ ആ ഡക്റ്റിലിറ്റി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അലോയ്സൊക്കെ ഉണ്ടാക്കി നമുക്ക് ഡക്റ്റിലിറ്റി കൂട്ടാം. ഈ ടങ്സ്റ്റണ് ഡക്റ്റിലിറ്റി വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഗതികേടിന് ടങ്സ്റ്റന് ലോ റെസിസ്റ്റിവിറ്റി ആയിരുന്നു. ടങ്സ്റ്റന് ലോ റെസിസ്റ്റിവിറ്റിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണോ എന്താണെന്നറിയില്ല, അത് ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയല്ല. ഇറ്റ് ഈസ് ടങ്സ്റ്റൻ്റെ ലോ റെസിസ്റ്റിവിറ്റിയാണ്. അതായിരുന്നു ടങ്സ്റ്റൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ടങ്സ്റ്റൻ്റെ റെസിസ്റ്റിവിറ്റി അലൂമിനിയം ഇല്ലേ, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ വലിക്കുന്ന, പോസ്റ്റിൽ വലിക്കുന്ന അലൂമിനിയം കമ്പിയില്ലേ, അതാണ് ആ മെറ്റീരിയലാണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഈ അലൂമിനിയത്തിൻ്റെ ഇരട്ടി റെസിസ്റ്റിവിറ്റിയേ ഉള്ളൂ. ഇരുമ്പിനേലും കുറവാണ് ടങ്സ്റ്റൻ്റെ റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? അപ്പോൾ ടങ്സ്റ്റൻ്റെ പ്രശ്നം, ടങ്സ്റ്റൺ എല്ലാം കൊണ്ട് കൊള്ളാം. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, കറണ്ട് പാസ് ചെയ്ത ഉടനെ തന്നെ അത് ചൂടായിട്ട് വെള്ള കളറിൽ കത്തുകയും ചെയ്യും, മഞ്ഞ കളറിൽ കത്തുകയും ചെയ്യും, എല്ലാം കൊണ്ട് വെൽ ആൻഡ് ഗുഡ്, ഹാപ്പി. പക്ഷേ പ്രശ്നം ഇതാണ്, ലോ റെസിസ്റ്റിവിറ്റി. പക്ഷേ തീരെ റെസിസ്റ്റൻസ് ഇല്ലാത്ത വയർ വെച്ചാൽ ഷോർട്ടായിട്ട് അപ്പം തന്നെ അത് പോകും. ഈ ടെമ്പറേച്ചർ 3200 മേളിൽ പോകും, കാരണം കറണ്ട് കൂടുതൽ ഒഴുകും റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ. അപ്പോൾ എന്ത് പറ്റും, ടങ്സ്റ്റൺ ആവശ്യത്തിനുള്ള റെസിസ്റ്റൻസ് വേണമെന്ന് തന്നെ, ഈ കമ്പിക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വേണം. സഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യും, ടങ്സ്റ്റൺ ആണെങ്കിൽ ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയലും, കോപ്പറിൻ്റെ ഒരു 5 ഇരട്ടി ഉണ്ടെന്നാണ്, 4 ഇരട്ടി ഉണ്ട്, അലൂമിനിയത്തിൻ്റെ 2 ഇരട്ടി, ഇരുമ്പിന് അതിനേക്കാൾ റെസിസ്റ്റിവിറ്റി ഇരട്ടിയുണ്ട്. പക്ഷേ ഇരുമ്പിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റൊക്കെ അതിലും താഴെയാണ്. അപ്പോൾ ഇരുമ്പൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഫിലമെൻ്റായിട്ട്. അപ്പോൾ ഈ ലോ റെസിസ്റ്റിവിറ്റി ഇവരെങ്ങനെ മാനേജ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ശാസ്ത്രജ്ഞന്മാർ മാനേജ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റെസിസ്റ്റിവിറ്റി കുറവായാലും, നേരത്തെ ഞാൻ പറഞ്ഞ പൈപ്പിൻ്റെ ഉദാഹരണം നിങ്ങൾ ഓർക്കണം, പൈപ്പിൻ്റെ വണ്ണം കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും, ഭാഗ്യത്തിന് ഡക്റ്റിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ടങ്സ്റ്റണ് വളരെ ചെറിയ ഇതായിട്ട് കമ്പിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് കുറേ കൂടി. പിന്നെ എന്താണ് റെസിസ്റ്റൻസ് കൂട്ടണ കാര്യം? പൈപ്പിൻ്റെ കാര്യത്തിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു, ഇതിൻ്റെ വണ്ണം കുറയും തോറും റെസിസ്റ്റിവിറ്റി കുറഞ്ഞു, ഇതിൻ്റെ വണ്ണം കുറയും തോറും റെസിസ്റ്റൻസ് കൂടിക്കിട്ടി. പിന്നെ കൂട്ടാനുള്ള മാർഗം എന്താണ്? നീളം കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം കുറഞ്ഞ നീളം കൂടിയ ടങ്സ്റ്റൺ എടുത്തു, എന്നിട്ട് ബൾബ് കത്താനുള്ള ആവശ്യമുള്ള റെസിസ്റ്റൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ടങ്സ്റ്റൺ ഇങ്ങനെ കമ്പിയായിട്ട് കയറ്റിയാൽ ബൾബിൻ്റെ സൈസ് ഇത്രയും വരും. ഇപ്പോൾ ഇതാണ് ടങ്സ്റ്റൺ എന്ന് വെച്ചാൽ ബൾബിൻ്റെ സൈസ് ഇത്രയും വരും. വലിയ ആന പോലത്തെ ബൾബ് ഉണ്ടാക്കേണ്ടി വരും.
ടങ്സ്റ്റൺ എന്തായാലും റെസിസ്റ്റിവിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ നീളം കൂടുതൽ വേണം. വണ്ണം കുറവ് മതി. വണ്ണം എത്രയും കുറച്ചെടുക്കാവോ അത്രയും കുറച്ച് നമുക്ക് എടുക്കാൻ അറിയാം. പക്ഷേ നീളം കൂടുതൽ വേണം, നല്ല റെസിസ്റ്റൻസ്. അതിനവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പിയെ എടുത്തിട്ട് അവരിങ്ങനെ ചുരുട്ടി എങ്ങും മുട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചുരുട്ടി എടുത്തപ്പോൾ ഈ കമ്പി ഇത്രയായിട്ട് കുറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് അത് എടുത്ത് ഇവിടെ പിടിപ്പിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിങ്ങനെ ചുരുട്ടി കാണിച്ചത്. ചുരുട്ടി സോൾവ് ചെയ്ത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് ടങ്സ്റ്റൺ ഉപയോഗിച്ചത്. പിന്നെയും നീളം കൂടുതൽ വേണം, റെസിസ്റ്റൻസ് പിന്നെയും കൂട്ടണമെങ്കിൽ ഈ ചുരുൾ കമ്പിയെ എടുത്ത് പിന്നെയും ഒന്നുകൂടി ഒന്ന് ചുരുട്ടാം. അത് ഞാനിപ്പോൾ പടത്തിലിട്ട് കാണിച്ചു തരാം. അല്ല, എങ്ങനെയാണത് ഇരിക്കുന്നതെന്നുള്ളത്. കോയിൽ എന്ന് പറയും. കോയിൽ തന്നെ പിന്നെയും കോയിലേയും. ആ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന സാധനമാണ് പിന്നെ ബൾബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് ബൾബ് പലതരത്തിലുള്ള കണ്ടുപിടിച്ചു. ഇതൊന്നുമല്ല. ഇപ്പോൾ ഇത്തരം ഇൻകാൻഡസൻറ്റ് ബൾബുകൾ വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെരി ലെസ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലൂറസൻറ്റ് ലാമ്പുകളും ഇതൊക്കെയാണ്. അതിനിടയ്ക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ, ഈ ഇൻകാൻഡസൻറ്റ് ബൾബ് കാണുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇതിൽ കൂടുതൽ പ്രകാശം ഉണ്ടാക്കുന്ന ആർക്ക് ബൾബുകളെന്ന് പറയുന്നൊരു സാധനം കണ്ടുപിടിച്ചു. അത് അടുത്ത വീഡിയോയിൽ പറയാം. ആർക്ക് ബൾബുകൾ, അത് കഴിഞ്ഞ് LED ബൾബുകൾ, ഫ്ലൂറസൻറ്റ് ബൾബുകൾ, ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിച്ചു എന്നും എന്താണ് അതിൻ്റെ പ്രയോജനങ്ങളെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.